ഈ ലോകത്ത് പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. ഭൂമികുലുക്കവും അഗ്നിപർവ്വത സ്ഫോടനവും ഉരുൾപൊട്ടലും സുനാമിയും പോലുള്ള ജിയോളജിക്കൽ ഡിസാസ്റ്ററുകൾ, പലതരം വെള്ളപ്പൊക്കങ്ങൾ പോലുള്ള ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്ററുകൾ, വളരെ ചെറിയ കാലത്തിനുള്ളിൽ നടക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കൊണ്ടുള്ള ചുഴലിക്കാറ്റുകൾ, തണ്ടർ സ്റ്റോംസ്, ഹിമപാതങ്ങൾ തുടങ്ങിയ മെറ്റിയോറോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്, പിന്നെ ലോങ് ടേം ക്ലൈമറ്റ് അനോമലീസ് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുള്ള എൽനിനോ ലാനിന എഫക്റ്റുകൾ, ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ്സ്, അതുപോലെ കോൾഡ് വേവ്സ്, വരൾച്ച, കാട്ടുതീ. അതെ, വൈൽഡ് ഫയർ, കാട്ടുതീയാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. നമ്മൾ ഇത്രയും ലിസ്റ്റ് ചെയ്ത ഈ ദുരന്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാട്ടുതീക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യന്റെ ഒരു നിമിഷത്തെ ചെറിയൊരു അശ്രദ്ധ മതി ഒരു വിശാലമായ ഭൂപ്രദേശത്തെ, ഒരു ജില്ലയെ മുഴുവൻ ചുട്ടുചാമ്പലാക്കാൻ കെൽപ്പുള്ള കാട്ടുതീ ട്രിഗർ ചെയ്യാൻ. ഇപ്പോൾ കാലിഫോർണിയയിലെ കാട്ടുതീ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് അമേരിക്കയുടെ ഉദാഹരണം തന്നെ എടുക്കാം. അമേരിക്കയുടെ ഉദാഹരണത്തിന് വിശ്വാസ്യത കൂടും. കാരണം യുണൈറ്റഡ് കിങ്ഡം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. ആ അമേരിക്കയിൽ നടന്ന ഒരു പഠനം കാണിക്കുന്നത് US കാട്ടുതീകളിൽ 84% മനുഷ്യനിർമ്മിതമാണ് എന്നും അവിടെ കാട്ടുതീ ബാധിച്ച ഏരിയകളുടെ 44% മനുഷ്യനിർമ്മിത കാരണങ്ങളാലാണ് കത്തി നശിച്ചതെന്നുമാണ്. പൗരബോധത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും സാക്ഷരതയുടെയും കാര്യത്തിൽ നമ്മളെക്കാൾ ഒരു പടി മുന്നിലുള്ള US അവസ്ഥ ഇതാണെങ്കിൽ, മറ്റ് മൂന്നാം ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ആമസോൺ കാടുകളുള്ള ബ്രസീലിലും മറ്റും നടക്കുന്ന കാട്ടുതീ സംഭവവികാസങ്ങൾക്ക് പിന്നിലും കാരണം മറ്റൊന്നാവില്ല. ഈ കാട്ടുതീകളെല്ലാം മനുഷ്യർ മനഃപൂർവ്വമാണ് ഉണ്ടാക്കുന്നത് എന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. എന്നാൽ വളരെ ലാഘവത്തോടെ അശ്രദ്ധമായി മനുഷ്യർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇത്തരം ഭീകരമായ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികൾ മുതൽ ക്യാമ്പ് ഫയർ, ബാർബിക്യൂകൾ എന്നിവ കഴിഞ്ഞതിനു ശേഷം ശരിയായ രീതിയിൽ കനലണക്കാതിരിക്കുന്നത് പോലും വലിയ കാട്ടുതീകൾക്ക് കാരണമായിട്ടുണ്ട്. ഇത്തരത്തിൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രം സംഭവിച്ച കാട്ടുതീക്ക് ഒരു ഉദാഹരണമാണ് 2020 തെക്കൻ കാലിഫോർണിയയിൽ ഉണ്ടായ 2 മാസത്തിലധികം നീണ്ടുനിന്ന എൽ ഡൊറാഡോ ഫയർ. ഏകദേശം 22,700 പരം ഏക്കർ പ്രദേശമാണ് അന്ന് കാട്ടുതീ പടർന്നു പിടിച്ചത്. എന്നാൽ അതിനുള്ള കാരണമാണ് വളരെ ആശ്ചര്യകരമായിട്ടുള്ളത്. ഈ അടുത്ത കാലത്തായി, ഏകദേശം 2000 ശേഷം അമേരിക്കയിൽ വളരെ പ്രചാരം നേടിയ ഒന്നാണ് ജെൻഡർ റിവീൽ പാർട്ടികൾ. ദമ്പതികളായവർ തങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും വിളിച്ചു വരുത്തി ആഘോഷപൂർവ്വം അറിയിക്കുന്നതിനാണ് ഇത്തരം പാർട്ടികൾ നടത്തപ്പെടുന്നത്. ഇത് പല രീതിയിൽ, കേക്ക് മുറിച്ച് ബലൂണുകൾ പറത്തിയോ അല്ലെങ്കിൽ ഒരു പൈറോടെക്നിക് ഡിവൈസ് ഉപയോഗിച്ച് ഫയർ വർക്ക് നടത്തിയോ ഇത് ആഘോഷിക്കാറുണ്ട്. ഇതിൽ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ബ്ലൂ കളർ സ്മോക്കും പെൺകുട്ടിയാണെങ്കിൽ പിങ്ക് കളർ സ്മോക്കുമായിരിക്കും സെറ്റ് ചെയ്യുക. ഇത്തരത്തിൽ സെറ്റ് ചെയ്ത ഒരു പൈറോടെക്നിക് ഡിവൈസിൽ നിന്ന് ചിതറിയ തീപ്പൊരി എൽ ഡൊറാഡോ റാഞ്ച് പാർക്കിലെ 4 അടിയോളം ഉയരത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഉണങ്ങിയ പുല്ലുകളിൽ കത്തിപ്പിടിച്ച് വ്യാപിച്ചാണ് സെപ്റ്റംബർ 5, 2020 ഈ കാട്ടുതീ തുടങ്ങുന്നത്. 73 ദിവസത്തിന് ശേഷം നവംബർ 16 കാട്ടുതീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുമ്പോഴേക്കും ഏകദേശം 22,000 പരം ഏക്കർ ഭൂമി കത്തിയമർന്നിരുന്നു. മറ്റൊരു പഠനം കാണിക്കുന്നത് പ്രകൃതിയാൽ ഉണ്ടാകുന്ന, എന്ന് വെച്ചാൽ മിന്നലോ മറ്റോ കാരണം ഉണ്ടാകുന്ന കാട്ടുതീയുടെ വ്യാപനം 0.83 കിലോമീറ്റർ എന്ന തോതിലാണെങ്കിൽ മനുഷ്യരിൽ നിന്ന് തീ പടരുന്നത് പ്രതിദിനം 1.83 കിലോമീറ്റർ എന്ന തോതിലാണ്. ഇരട്ടിയിലധികമാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാട്ടുതീയുടെ വ്യാപനത്തിന്റെ വേഗത. മാത്രമല്ല, പ്രകൃതിയാൽ ഉണ്ടാകുന്ന കാട്ടുതീയേക്കാൾ 2-3 ഇരട്ടി വനംപ്രദേശങ്ങൾക്ക് നാശനഷ്ടം കൂടുതലായിട്ടുണ്ടാവാറുമുണ്ട്. ഇതിനുള്ള പ്രധാന കാരണവും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ കാട്ടുതീകൾ പ്രധാനമായിട്ടും നല്ല കാലാവസ്ഥയുള്ള സമയത്ത്, പ്രത്യേകിച്ച് മഴയോ ഒന്നുമില്ലാത്ത സമയത്താണ് നടക്കുന്നത് എന്നതാണ്. നല്ല കാലാവസ്ഥയുള്ള സമയത്തായിരിക്കും ഇത്തരം പാർട്ടികളും മറ്റും ഔട്ട്ഡോറിൽ വെച്ച് നടത്തപ്പെടുന്നത്. മോശം കാലാവസ്ഥയിലാണെങ്കിൽ ഇൻഡോറിലാകും ഇത്തരം പരിപാടികൾ നടത്തപ്പെടുക. അതേസമയത്ത് ലൈറ്റ്നിങ് സ്ട്രൈക്ക് മൂലമാണ് ഇത്തരം തീപിടുത്തം ഉണ്ടാകുന്നത് എങ്കിൽ അത് സീസണലി മാത്രമാകും സംഭവിക്കുക. ചിലപ്പോൾ ആ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് മഴ പെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീ പിടിച്ചാലും കൂടുതൽ സ്ഥലങ്ങളിലോട്ട് അത് പടരാനുള്ള സാധ്യത കുറയും. ഇനി മുകളിൽ പറഞ്ഞ കാരണങ്ങൾക്ക് പുറമെ പവർ ലൈനുകളിൽ നിന്നുള്ള തീപ്പൊരിയും കാർഷികാവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി തയ്യാറാക്കാൻ കർഷകർ നിയന്ത്രിത അളവിൽ തീ കൊടുക്കുന്നത്, നിയന്ത്രണം വിട്ട് പടർന്നു പിടിക്കുന്നതും കാട്ടുതീക്ക് കാരണമാകാറുണ്ട്. മനുഷ്യ ഇടപെടലില്ലാതെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന കാട്ടുതീയുടെ പ്രധാന കാരണം ഇടിമിന്നൽ തന്നെയാണ്. ഒരു കാട്ടുതീ ആരംഭിക്കുന്നതിനുള്ള പ്രധാന കണ്ടീഷൻ ഒരു ഇഗ്നിഷൻ സോഴ്സ് അല്ലെങ്കിൽ ജ്വലന സ്രോതസ് വേണമെന്നതാണ്. ഇടിമിന്നൽ അത്തരത്തിലുള്ള ഒന്നാണ്. വനങ്ങളിലും പുൽത്തകടികളിലും മിന്നലേറ്റ് തീ പടർന്ന് കാട്ടുതീ ഉണ്ടാകാറുണ്ട്. ഇനി മിന്നലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2 തരം മിന്നലുണ്ട്: കോൾഡ് ആൻഡ് ഹോട്ട്. കോൾഡ് ലൈറ്റ്നിങ് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഉള്ളതായതുകൊണ്ട് തീ പിടിക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ ഹോട്ട് ലൈറ്റ്നിങ് വോൾട്ടേജ് കുറവാണെങ്കിൽ പോലും കൂടുതൽ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്നതുകൊണ്ട് തീപിടുത്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു.
മറ്റൊരു കാര്യം, കാലാവസ്ഥാ വ്യതിയാനവും ലൈറ്റ്നിങ് സ്ട്രൈക്കുകളുടെ നിരക്കും തീവ്രതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. താപനില ഓരോ ഡിഗ്രി സെൽഷ്യസ് ഉയരുമ്പോഴും ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്നിങ് 12% വർദ്ധിക്കുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ വിശദീകരിച്ച ഇഗ്നിഷൻ സോഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്താൽ മാത്രം മതി തീ ഉണ്ടാകും. തുടർന്ന് തീ പടർന്നു പിടിക്കാനുള്ള കാരണങ്ങളെല്ലാം ഭൂമിയിൽ സ്വാഭാവികമായി നിലവിലുള്ളതാണ്. ഒന്ന്, ഡ്രൈ ഫ്യൂവൽ എന്ന് വെച്ചാൽ ഉണങ്ങിയ പുൽത്തകിടികളും മരങ്ങളും മറ്റ് ഓർഗാനിക് മാറ്ററുകളും. പിന്നെ വരണ്ട കാറ്റും അതോടൊപ്പം തന്നെയുള്ള സമൃദ്ധമായ ഓക്സിജന്റെ ലഭ്യതയും. ഇതിന്റെ കൂടെ അന്തരീക്ഷത്തിലെ ഉയർന്ന താപനിലയും കൂടി ചേർന്നാൽ കാട്ടുതീ ആരംഭിക്കും. ഇതിനെല്ലാം പുറമെ ശക്തമായ കാറ്റ്, ഇപ്പോൾ ഈ ലോസ് ആഞ്ചലസിൽ വീശിയടിച്ച സാന്റാ ആന പോലെയുള്ള വരണ്ട കാറ്റുകൂടി ഉണ്ടെങ്കിൽ തീ വേഗത്തിൽ ആളിപ്പടരും. ഒരു ഉപകാരവുമില്ലാതെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് കാട്ടുതീ. USA ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന 20-ൽ 19 നഗരങ്ങളും കാട്ടുതീകളുടെ ആസ്ഥാനമായ കാലിഫോർണിയ സ്റ്റേറ്റിൽപ്പെട്ടതാണ് എന്നത് ഇതോടൊപ്പം കൂട്ടി വായിക്കണം. കാലാവസ്ഥാ വ്യതിയാനം മൂലം ആഗോളതലത്തിൽ തന്നെ കാട്ടുതീ സംഭവങ്ങളുടെ തീവ്രത ഇനി വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുക. നമ്മൾ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അന്തരീക്ഷത്തിലേക്ക് തള്ളുമ്പോൾ ഭൗമാന്തരീക്ഷത്തിൽ കൂടുതൽ ചൂട് തങ്ങി നിൽക്കുകയും അന്തരീക്ഷ ഊഷ്മാവ് അപകടകരമായ നിലയിലേക്ക് വളർന്ന് ഉഷ്ണതരംഗങ്ങളും അതുണ്ടാക്കുന്ന വരൾച്ചയും മൂലം വരണ്ട പുൽപ്പടർപ്പുകളുടെയും കാടുകളുടെയും എണ്ണം വർദ്ധിച്ച് കത്തിപ്പിടിക്കാൻ ആവശ്യമായ ഡ്രൈ ഫ്യൂവലുകളുടെ അളവും വർദ്ധിക്കുന്നു. ഇതിനോടൊപ്പം മിന്നലുകളുടെ തീവ്രതയും കൂടുന്നതിനനുസരിച്ച് കാട്ടുതീ നിത്യസംഭവമാവും. നിലവിൽ USA-ൽ 4 മാസം നീണ്ടു നിൽക്കുന്ന ഫയർ സീസൺ ഭാവിയിൽ 6 മുതൽ 8 മാസം വരെ നീളാനും തുടങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതെല്ലാം ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ചാക്രിക ചംക്രമണത്തിലൂടെ കൂടിക്കൊണ്ടേയിരിക്കും. ആഗോളതാപനം കൂടുന്നു, അതിനനുസരിച്ച് കാട്ടുതീകളുടെ എണ്ണവും വർദ്ധിക്കുന്നു. അതിനനുസരിച്ച് കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അന്തരീക്ഷത്തിലോട്ട് പുറന്തള്ളപ്പെടുന്നു. അതിനനുസരിച്ച് വീണ്ടും അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിൾ പ്രോസസ്സായി തുടർന്നുകൊണ്ടേയിരിക്കും. കാട്ടുതീകൾ വെറും പുക മാത്രമല്ല ഉണ്ടാക്കുന്നത്, വലിയ അളവിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കൂടി നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് 2021-ൽ ലോകത്താകമാനമുണ്ടായ വൈൽഡ് ഫയറുകൾ, പ്രത്യേകിച്ച് സൈബീരിയയിലും US-ലും തുർക്കിയിലും ഉണ്ടായ കാട്ടുതീകൾ കാരണം 1.76 ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഭൗമാന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെട്ടത്. എന്നുവെച്ചാൽ ഇന്ത്യ പോലുള്ള ഒരു വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ ആനുവൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷന്റെ പകുതിയോളം വരും ഇത്. പിന്നെ മറ്റൊരു കാര്യം, ആമസോൺ മഴക്കാടുകൾ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാർബൺ സിങ്ക് ആയി കണക്കാക്കപ്പെടുന്നതാണ്. കാർബൺ സിങ്ക് എന്ന് വെച്ചാൽ പുറന്തള്ളുന്നതിനേക്കാൾ കൂടുതൽ കാർബണിനെ വലിച്ചെടുത്ത് സൂക്ഷിക്കാൻ സാധിക്കുന്ന ഏതൊന്നിനെയും കാർബൺ സിങ്ക് എന്ന് പറയാം. എന്നാൽ അതേ ആമസോൺ ഇന്ന് കാർബൺ എമിഷന്റെ പ്രധാന ഉറവിടമായി മാറുന്ന അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ്. അതിനുള്ള കാരണവും ആമസോണിലെ വനനശീകരണവും കാട്ടുതീയും തന്നെയാണ്. ആമസോണിലെ വൻമരങ്ങൾ തങ്ങളുടെ ജീവിതകാലത്ത് വലിച്ചെടുത്ത് തങ്ങളുടെ തടിയിൽ സൂക്ഷിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ആ തടി മുറിക്കപ്പെടുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കത്തിക്കപ്പെടുന്ന അവസ്ഥയിൽ അന്തരീക്ഷത്തിലോട്ട് തന്നെ പുറന്തള്ളപ്പെടുകയാണ്. ഇനി ഈ അടുത്ത കാലത്ത് ഏറ്റവും ഭീകരമായ കാട്ടുതീ സംഭവമായിരുന്നു ഓസ്ട്രേലിയൻ ബ്ലാക്ക് സമ്മർ എന്ന പേരിൽ അറിയപ്പെടുന്ന 2019-2020 കാലഘട്ടത്തിലെ ബുഷ് ഫയർ കാലഘട്ടം. റെക്കോർഡ് ബ്രേക്കിംഗ് താപനിലയും മാസങ്ങളോളം നീണ്ടുനിന്ന കടുത്ത വരൾച്ചയും കാരണമായുണ്ടായ കാട്ടുതീ 2,43,000 സ്ക്വയർ കിലോമീറ്റർ, ഏകദേശം 6 കോടി ഏക്കർ പ്രദേശം ചുട്ടരിക്കുകയും 3000 വീടുകളും കെട്ടിടങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. ഇത് ഡസൻ കണക്കിന് ആളുകളെയും 3 ബില്യൺ മൃഗങ്ങളെയും കൊന്നൊടുക്കി. അതെ, പറഞ്ഞത് തെറ്റിയതല്ല, 3 ബില്യൺ എന്ന് തന്നെയാണ് പറഞ്ഞത്. ചെറുതും വലുതുമായ 300 കോടി മൃഗങ്ങളാണ് ചുട്ടു കൊല്ലപ്പെട്ടത്. രാജ്യത്തെ ഐക്കോണിക്കായ നിരവധി കോലാ കരടികൾ ഉൾപ്പെടെ വലിയ അളവിൽ കൊല്ലപ്പെട്ടു. ഇതോടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമായി ഇവ പ്രഖ്യാപിക്കപ്പെട്ടു. ഈ കാട്ടുതീയിൽ നിന്നുള്ള പുക കാരണം ഓസോൺ പാളിയിലെ വിള്ളലിൽ 1% വർധനവാണ് വന്നത്. വീണ്ടെടുക്കാൻ 1 ദശാബ്ദമെങ്കിലും പിടിക്കുന്ന വലിയ നഷ്ടമാണ് ഇത് ഓസോൺ പാളിക്കുണ്ടാക്കിയത്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ ഇതിനകം തന്നെ 1.4 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടിയിട്ടുണ്ട്. ഇത് 1.2 ഡിഗ്രി സെൽഷ്യസ് എന്ന ആഗോള ശരാശരിയേക്കാൾ വേഗത്തിലുള്ള വർധനവാണ്. അതായത് കാട്ടുതീയുടെ അപകട സാധ്യതയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ വളരെ കൂടുതലാണ് എന്നർത്ഥം. ഇനി തിരിച്ച് അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ, അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശനഷ്ടം, പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുള്ള കാട്ടുതീയാണ് ഇപ്പോൾ ലോസ് ആഞ്ചലസിൽ ഉണ്ടായിട്ടുള്ളത്. 250 ബില്യണിലധികം US$ നാശനഷ്ടമാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ കാട്ടുതീ ബാധിച്ച പ്രദേശത്തിന്റെ വിസ്തൃതി കണക്കാക്കുകയാണെങ്കിൽ അത് 40,000 ഏക്കറോളം മാത്രമാണ്. അതേസമയം 2020-ലെ കാലിഫോർണിയ വൈൽഡ് ഫയർ സീസണിൽ 43 ലക്ഷം ഏക്കർ ഭൂപ്രദേശമാണ് ചുട്ടരിക്കപ്പെട്ടത്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാട്ടുതീയുടെ 10 ഇരട്ടിയിലധികം പ്രദേശമാണ് അന്ന് കത്തിയമർന്നത്. എന്നാൽ അന്നത്തെ സാമ്പത്തിക നഷ്ടം
12 ബില്യൺ മാത്രമായിരുന്നു. 2020 കാട്ടുതീ കാലിഫോർണിയ സംസ്ഥാനത്തിലെ ഒരു വലിയ പ്രദേശത്തെ ബാധിച്ചപ്പോൾ 2025 ലോസ് ആഞ്ചലസ് കാട്ടുതീ പ്രത്യേകമായി നഗരപ്രദേശത്തെയാണ് കൂടുതൽ ബാധിച്ചത്. അതിനാൽ തന്നെ കൂടുതൽ സാമ്പത്തിക മൂല്യമുള്ള വസ്തുവകകൾക്ക് നാശം സംഭവിച്ച് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്ന് പറയാം. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, ഒരു വ്യക്തിയോ സംഘടനയോ അല്ലെങ്കിൽ രാജ്യം തന്നെയോ പണം കൊടുത്തോ അല്ലാതെയോ തങ്ങളുടെ അധീനത്തിലാക്കിയ സാധനങ്ങളോ വസ്തുവകളോ നഷ്ടപ്പെട്ടാലോ നശിച്ചാലോ അതിൻ്റെ മൂല്യം നമുക്ക് കണക്കാക്കാൻ സാധിക്കുമായിരിക്കും. അതേസമയം അമൂല്യമായിട്ടുള്ള മനുഷ്യരുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് മൂല്യമളക്കാൻ സാധിക്കാത്ത അപൂർവ ജൈവവൈവിധ്യങ്ങളും ജീവജാലങ്ങളുമാണ് 2004-ലും 2005-ലും 2017-ലും 2019-ലും 2020-ലും ആമസോൺ കാടുകളിലുണ്ടായ കാട്ടുതീകൾ മൂലം നശിക്കപ്പെട്ടത്. ഒരു മൂന്നാം ലോക രാജ്യമായ ബ്രസീലിലോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലോ സംഭവിച്ചതുകൊണ്ട് വലിയ വാർത്തയാവുകയോ വാർത്തയായാലും വൻശക്തി രാജ്യങ്ങൾ കണ്ണടക്കുകയോ ചെയ്യുന്ന അത്തരം കാട്ടുതീകളുടെ തട്ട് തന്നെയാണ് നഷ്ടങ്ങളുടെ മൂല്യമളന്നാൽ താഴ്ന്നിരിക്കുക. ആ നഷ്ടങ്ങൾ കറൻസികളിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് മാത്രം. ലോകത്തുള്ള സകല മനുഷ്യരുടെയും സമ്പത്തെല്ലാം കൂട്ടിവെച്ചാലും നമ്മുടെ ഭൂഗോളത്തിന് വിലയിടാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രകൃതിക്ക് വിലയിടാനോ മൂല്യം നിശ്ചയിക്കാനോ നമ്മൾക്കാവില്ല. ആ നഷ്ടം ആർക്കും നികത്താനുമാവില്ല. ഇത് കേവലം സംഖ്യകളുടെ കഥയല്ല. ഏക്കറുകൾ കത്തിയമർന്നതോ കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ബില്യണുകളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതോ മാത്രമല്ല. ഇത് പ്രിയപ്പെട്ടവരെ എന്നേക്കുമായി നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ, കുടിയിറക്കപ്പെട്ട കമ്മ്യൂണിറ്റികളുടെ, തങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തി ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരുടെയും എല്ലാത്തിലുപരി സഹായത്തിനായി നിലവിളിക്കുന്ന ഒരു ഗ്രഹത്തിന്റെയും അതിലെ ഇതര ജീവജാലങ്ങളുടെയും കഥയാണ്. ഓരോ കാട്ടുതീയും ഒരു പരിസ്ഥിതി ദുരന്തം എന്നതിനേക്കാൾ ഉപരി മുന്നറിയിപ്പും മുന്നിട്ടിറങ്ങാനുള്ള ഒരു ആഹ്വാനവുമാണ്. വരൾച്ച രൂക്ഷമാകുമ്പോൾ, താപനില ഉയരുമ്പോൾ, നമ്മുടെ വനങ്ങൾ ചാരമായി മാറുമ്പോൾ നമുക്ക് വെറുതെ നോക്കി നിൽക്കാനാവില്ല. ഏത് ദുരന്തങ്ങളായിക്കോട്ടെ, അവിടെയെല്ലാം മനുഷ്യരുടെ ഐക്യത്തിൻ്റെ, ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശേഷി വെളിപ്പെടാറുണ്ട്. പക്ഷേ ഈ വന്യമായ തീജ്വാലകളെ കെടുത്താൻ നമ്മുടെ പ്രതിരോധത്തിന് മാത്രം കഴിയില്ല. നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കണം. വ്യക്തികളായും സമൂഹങ്ങളായും ആഗോള സമൂഹമായും നമ്മളത് ചെയ്യണം. സസ്റ്റൈനബിളായ ലിവിങ് സ്റ്റൈലിന്, ജീവിത ശൈലികൾക്ക് മുൻഗണന നൽകണം. ശക്തമായ പരിസ്ഥിതി നയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. നമ്മുടെ വീടായ ഈ ഗ്രഹത്തെ, ഭൂമിയെ ബഹുമാനിക്കണം. ഈ ദുരന്ത കഥകളെ നഷ്ടത്തിൻ്റെ പ്രതിബിംബം മാത്രമായി നിലനിർത്തരുത്. മാറ്റത്തിനുള്ള പ്രേരണയാക്കി മാറ്റണം. ഭാവി ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. എന്നാൽ ഇപ്പോഴേ പ്രവർത്തിച്ച് തുടങ്ങിയില്ലെങ്കിൽ അത് കൈവിട്ടു പോകും. അതുകൊണ്ട് പ്രകൃതിക്ക് അത് അർഹിക്കുന്ന ബഹുമാനം നമ്മൾക്ക് കൊടുക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.